ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിലും കടലിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഒക്കെ നിസ്കരിച്ചോളണം. നിസ്കാരം നിർബന്ധമല്ലേ? നിർബന്ധമുണ്ട്. ഉളു കൊടുക്കാനവിടെ സൗകര്യമല്ലേ? സൗകര്യമുണ്ട്. ആ ഉള്ള സൗകര്യം മാനിച്ച് ഉളു എടുത്ത് ഉള്ള സീറ്റിൽ ഇരുന്നിട്ട് സമയത്തെ മാനിച്ച് നിസ്കരിക്കണം. ഇറങ്ങിയിട്ട് പിന്നെയും കിബിലയും മറ്റും ശരിയാകാത്തത് കൊണ്ട് നിസ്കാരം അടക്കണം. അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ വൻകുറ്റം ചെയ്തവനായി രേഖപ്പെടുത്തപ്പെടും. രോഗിയായി കിടക്കാൻ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല, ഉറങ്ങുന്ന പ്രശ്നമില്ല, പത്രം വായിക്കുന്ന പ്രശ്നമില്ല, കാസറ്റ് കേൾക്കുന്നുണ്ട്, വാലുകളൊക്കെ കേൾക്കുന്നുണ്ട്. ആകെ കുഴപ്പം ഒന്നിനേ ഉള്ളൂ, നിസ്കരിക്കാൻ. ആകെ പ്രശ്നം ഒന്നിനേ ഉള്ളൂ. എന്താണ് അയാൾക്ക് അസുഖം? അയാളെ കാലിനും കയ്യിനൊക്കെ ചെറിയ സ്ക്രാച്ച് വന്ന് കെട്ടിക്കിടക്കാണ് അയാൾ. അപ്പൊ അയാൾ ചോദിച്ചു, ഉസ്താദെ തയമ്മും ചെയ്ത് നിസ്കരിച്ചാലോ? തയമ്മും ചെയ്ത് നിസ്കരിച്ചോളൂ. ഇത് പിന്നെ മടക്കേണ്ടി വരും, പിന്നെ മടക്കേണ്ടി വരും. 2 പണിക്കാകൂല. ആണ്ടാ, അള്ളാഹു തആലയുടെ ശുക്രാണത്. ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഈ മരുന്നൊക്കെ ഫലിപ്പിക്കുന്നവൻ ആരാ? ഗുളികയും മറ്റുമൊക്കെ കഴിച്ചിട്ട് വേദന മാറ്റിക്കൊടുക്കുന്നവൻ ആരാണ്?